ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ നമ്മളൊരു ഭയങ്കര സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളാണെങ്കിൽ സ്കിൻ പ്രെപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്കായിട്ട് ചെയ്യണേ. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഉറങ്ങാൻ നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ദേ ഉറക്കത്തിൽ നിന്ന് എണീച്ചോടി പാഞ്ഞു വന്നു. എൻ്റെ പ്ലാൻ എല്ലാം പോയി. പക്ഷേ നമ്മൾ ഇവനെ വെച്ച് വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒട്ടും വൈകണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം എൻ്റെ സ്ഥിരം ഫോളോവേഴ്സ് ആണെങ്കിൽ അറിയാം, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ കോസാറക്സിൻ്റെ സ്നെയിൽ ആൻഡ് 6 മ്യൂസിൻ പവർ എസെൻസ് ആണ്. ഇത് അടിപൊളിയാട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് മേലെ നമ്മൾ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അടിപൊളി സൂത്തിനായിട്ടുള്ള ഫ്ലോലെസ് ആയിട്ട് നമുക്ക് സ്കിൻ കിട്ടും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ചില സമയം മടി കാരണം ജസ്റ്റ് ഒന്നിപ്പോൾ വല്ല ഗ്രോസറി ഷോപ്പിങ്ങോ അതുപോലെ തന്നെ ജസ്റ്റ് നിന്ന് ഷോപ്പിങ്ങിന് പോണ സമയത്ത് ഞാൻ വെറുതെ ഒരു പൗഡർ ഇട്ടിട്ട് മാത്രമാണ് പോവാറ്. വേറെ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് സൺസ്ക്രീനും അപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ ഒരു അടിപൊളി പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം എന്താ സംഭവം എന്ന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം, എൻ്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ആകെ ജസ്റ്റ് കുറച്ച് പാടുകൾ മാത്രമേ ഉള്ളൂ. പിമ്പിൾസ് നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതും മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്, നല്ല അടിപൊളി ഫ്ലോലെസ് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 2 drops ഇതിപ്പോൾ ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനിയും റീപർച്ചേസ് ചെയ്യുമോ ചോദിച്ചാൽ ഓബിയസ്ലി ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ ഇത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഇപ്പോൾ കൺസീലറോ ഫൗണ്ടേഷൻ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ. ഇവിടെ ഒരാൾ, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുമെന്ന് എനിക്കറിയില്ല, ഇവിടെ ഒരാൾ കിടന്ന് കാട്ടുന്ന പരിപാടികളാണ്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് വോയിസ് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഒരു കൺസീലറാണ്, ഇത് നമ്മൾ ഷുഗറിൻ്റെ കേട്ടോ. ഞാൻ മിക്ക പ്രൊഡക്ട്സും ഷുഗറിൻ്റെ ആണ് യൂസ് ചെയ്യാറ്, എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ. ഇപ്പം ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല, മീൻസ് പർച്ചേസ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഞാൻ കുറച്ച് നാൾ മുന്നേ മേടിച്ചിട്ടുള്ള കേട്ടോ. അധികം ഒന്നും യൂസ് ചെയ്യാറില്ല ഈ കൺസീലറൊക്കെ. ജസ്റ്റ് ഒന്ന് ഡാർക്ക് സ്പോട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. എന്നിട്ട് ഇതേ എല്ലായിടത്തും ഈവൻലി അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത്രയുള്ളൂ, വേണ്ടോ. ഇപ്പം എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ക്രീമോ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ക്രീമോ ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് മുന്നേ ഞാനിങ്ങനെ അല്ലായിരുന്നു ചെയ്യായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഏതെങ്കിലും ക്രീം യൂസ് ചെയ്തതിൻ്റെ ഇങ്ങനെ ഇത് മേലെ എന്തെങ്കിലും ഇപ്പോൾ കൺസീലറോ അല്ലെങ്കിൽ പൗഡറോ എന്തെങ്കിലും ഇടുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫ്ലേക്ക് വരാറുണ്ട്. ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്നും വരാറില്ല കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഫേസിൻ്റെ പരിപാടി തീർന്നു. ഇനി നമ്മൾ ഐ ഷാഡോ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത്, എന്നോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്നാണ് മേടിച്ചത്. സത്യം പറഞ്ഞാൽ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത്. ഇതെനിക്ക് അമ്മ മേടിച്ചു തന്നാ കേട്ടോ. അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചു തന്നതാണ്. എനിക്ക് ഏതിലാണെന്നറിയില്ല, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഓർമ്മയില്ല ഏതാ മേടിച്ചതെന്ന്. പക്ഷേ ഞാനിത് UAE നോക്കിയപ്പോൾ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ന്യൂഡ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു അടിപൊളി സംഭവം കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ ഇതാണ് യൂസ് ചെയ്യണേ, ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും ഒരു ലൈറ്റ് കളർ ഷെയ്ഡാണ് ഞാൻ ഇടുക കേട്ടോ. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്താൽ അതിൻ്റെ പോലെ തന്നെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഐ ഷാഡോ ഇട്ട് കൊടുത്തു. ഇനി കണ്ണെയ്ത് കൊടുക്കുക. ഇവിടെ ഒരാൾ. പിന്നെ എനിക്കൊരു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീഡിയോസ് ഓരോരുത്തർ ഇടുന്നത് നമ്മളുടെ ഇഷ്ടത്തിനാണ് അല്ലേ. നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് സന്തോഷം. നമ്മൾ വലിയൊരു കൊല്ലോ അല്ലെങ്കിൽ നമ്മൾ വല്ല വൾഗറായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇടണം. നമുക്ക് സന്തോഷമുള്ള ഓരോ കണ്ടൻസും കാര്യങ്ങളും നമ്മൾ വീഡിയോസ് ഇടണു. പിന്നെ വിമർശിക്കാനാണെങ്കിൽ കുറേ പേരുണ്ടാവും. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വെറുതെ വല്ലൊരു വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ കുറ്റം പറയാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കാൻ പോവുക, അങ്ങനെ ചെയ്യുക. അവർക്ക് എന്തെങ്കിലും വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറ്റം പറയാൻ നിൽക്കണ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് അവർ ജസ്റ്റ് ഒന്ന് ഒരു 1K 2K ഒക്കെ ഒന്ന് മേടിച്ച് കാണിക്കുക. അപ്പോൾ അവർക്ക്
ഒരു വീഡിയോ ഇടണേന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇപ്പൊ ടൈം എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഇപ്പൊ ടൈം ഉണ്ടായിട്ടൊന്നല്ല ചെയ്യണേ. നമ്മള് ഇപ്പൊ കുട്ടി ഇതേ ഇവിടെ ഒരാളെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കണേ. അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നമ്മളിനി ഐലൈനർ കണ്ണ് ചെയ്ത് കൊടുക്കാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മൾക്ക് വീഡിയോ ഇടണോ ഇടണ്ടേ എന്നുള്ളത്. നമുക്ക് അടുത്ത എന്താ പറയാ ഒരു മിനിറ്റ് അറിയാവേ. അപ്പം നമ്മൾ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലേ, നമ്മൾ ഹാപ്പി ആവാ. അല്ലാണ്ട് നമ്മൾ അവർ പറഞ്ഞു ഇങ്ങനെയാണ് എന്ത് വീഡിയോ ആണ് ഇത് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മൾ കണ്ണെഴുതി കൊടുത്തു കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചതാണ്, ഏട്ടനെ കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മേടിപ്പിച്ചതാട്ടോ. എൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. ഒരു കാജൽ പെൻസിൽ ഐലൈനർ ആട്ടോ, ഒരു ബ്ലാക്ക് കളർ എസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. നല്ലതാണ്, സൂപ്പർ അഫോർഡബിൾ ആണ്. എന്താ പറയുക, യൂസ് ചെയ്യാനും നല്ല കൺവീനിയൻ്റ് ആണ്. അടിപൊളിയാട്ടോ. ഞാൻ ലൈറ്റ് ആയിട്ടാണ് എഴുതി കൊടുക്കണേ. എഴുതി കൊടുത്തു. പിന്നെ ഐബ്രോസ് ഞാൻ മൈക്രോബ്ലേഡിങ് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ഐബ്രോസ് അങ്ങനെ എഴുതി കൊടുക്കാറില്ല കേട്ടോ. എനിക്കങ്ങനെ ഇഷ്ടമല്ലേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇത് ചെയ്തു, കണ്ണെഴുതി. ഇനി നമ്മൾക്ക് ഇത് ചെയ്ത് കൊടുക്കാം. എന്ത്, ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ മസ്കാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മസ്കാര ഇട്ട് കൊടുക്കണേ. എപ്പോഴും ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മസ്കാര ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് നല്ല വിടർന്ന പോലെ ആവും കേട്ടോ. ഒരു ഉണർന്നിരിക്കണ പോലെ ഒരു അങ്ങനെയൊക്കെ ഒരു ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഒരു Q&Aയുടെ കാര്യം ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ ഒരു ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിലിടുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഇതിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ വേണമെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് അപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ പിന്നെ ഇപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചോളൂ. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ടൊന്നും മേക്കപ്പ് ഇടാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 8th 9th വരെ ഞാൻ മേക്കപ്പ് എന്ന് പറഞ്ഞ സംഭവമേ ഇടാറില്ല. പക്ഷെ എൻ്റെ അച്ഛനമ്മയ്ക്കാണെങ്കിൽ ചെറുപ്പം മുതലേ പൊട്ടുകുത്തി നന്നായി ഒരുങ്ങി നടക്കണതായിരുന്നു കേട്ടോ ഇഷ്ടം. ഫൊണ്ണു അവൻ്റെ ഐലൈനർ എടുത്ത് അവിടെ പോയി അതും എടുക്കണം, ഒരുങ്ങി നടക്കണതായിട്ട് ഇഷ്ടം. പിന്നെ ഞാൻ ഗ്രാജുവലി അമ്മയൊക്കെ ആണെങ്കിൽ നല്ല മേക്കപ്പ് ചെയ്തിട്ട്, നല്ല മേക്കപ്പ് ചെയ്തത് പറഞ്ഞിട്ടുള്ള കുറേ ഫൗണ്ടേഷൻ കുട്ടി അങ്ങനെ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് ഇത്തിരി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൊട്ടൊക്കെ കുത്തി കണ്ണൊക്കെ എഴുതിയിട്ട് അമ്മ എപ്പോഴും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടായിട്ട് നടക്കുക. അച്ഛനും അതെ, അവർക്ക് അച്ഛനാണെങ്കിലും അമ്മയ്ക്കായാലും അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ എന്താ എൻ്റെ പൊന്നൂനും അങ്ങനെ മേക്കപ്പ് ചെയ്ത് നടക്കുന്നതാട്ടോ അമ്മ നടക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ വരാട്ടോ എൻ്റെ സംഭവങ്ങളൊക്കെ പോയി ഇട്ടില്ലെങ്ങനെ കാണില്ല. പിന്നെ ഞാനിപ്പോഴവിടെ ശ്രദ്ധിച്ചേ, ഞാൻ ഈ ഷാർപ്പ്നർ തപ്പി നടക്കായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊന്നുബാബി ഇതൊക്കെയാണ് മേക്കപ്പ് ചെയ്യണ സമയത്തുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഐലൈനർ ഞാൻ കണ്ട ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷാർപ്പ്നർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ചിലതിന് ഇത് ഏതൊരെണ്ണം മേടിച്ചപ്പോൾ കിട്ടിയതാട്ടോ. അപ്പോൾ ഞാൻ വെച്ച് ജസ്റ്റ് ഒന്നും കൂടി
ബോൾഡായിട്ട് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. ഇതുകൊണ്ട് നമുക്ക് മേലും എഴുതി കൊടുക്കാം കേട്ടോ. യെസ്, അപ്പം എഴുതി. ഇനി നമ്മൾ ലിപ്സ് ഒന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാണ്. അവിടെ അനങ്ങാണ്ടിരിക്കണുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധ ഒരിക്കലും മാറിപ്പോകരുത്. ഇടയ്ക്കിടയ്ക്ക് പിള്ളേരുള്ളപ്പോൾ നമ്മൾ നോക്കണം കേട്ടോ. അപ്പം ലിപ്സ്റ്റിക് ഒരു ന്യൂഡ് കളർ ഷെയ്ഡ് ഇട്ടിട്ട് അത് പോരുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡാർക്ക് കളർ ഷെയ്ഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇതാണ് ഇട്ട് കൊടുക്കണേ. അപ്പം ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തതിന് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊണ്ണുവിനെ ലിപ്സ്റ്റിക്ക് കിട്ടാത്തതിനാണ്. പൊണ്ണു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവനത് പോര് തന്നെ വേണം. ഇതിനാണെങ്കിൽ ക്യാപ്പ് മിസ്സായിക്കട്ടെ. ആരും മിസ്സാക്കാൻ, ഇവൻ എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ കാട്ടി തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു കണ്ടോ. വല്ലാണ്ട് ഓവറല്ല, ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ആട്ടോ. ഇവൻ്റെ ഇടയ്ക്ക് ഇവനെ എടുത്തിട്ട് ഇവൻ ഓരോ സംഭവങ്ങൾ പിടിച്ച് കളിച്ചിട്ടേ എന്തോ സംഭവം. ഇനി നമുക്ക് ഹെയർ, അപ്പോൾ ഹെയർ ജസ്റ്റ് ഒന്ന് സെറ്റ് ആക്കണമല്ലോ. എന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ലുക്ക് കാട്ടി തരാം കേട്ടോ. ട്വിസ്റ്റ് ചെയ്യണ കാര്യം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ 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 ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഇത് ഇഷ്ടമാണ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബർഗണ്ടി കളർ ഹെയർ കളർ ചെയ്തായിരുന്നു. ഇപ്പോൾ ഫെയ്ഡായിട്ട് ഇപ്പോൾ ഒരു കോപ്പർ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മളുടെ ഹെയർ സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോസായി ഞാനും ഫോണും വരുന്നതായിരിക്കും. ഫോണ് വൈൻഡപ്പ് ചെയ്യാമോ? വാടോ, ഫോണോടെ സീരിയസ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.